ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കഴിഞ്ഞ മാസത്തെ സബ് 4 മീറ്റർ എസ് യു വിസിൻ്റെ സെയിൽസിന് ശേഷം നമ്മളിപ്പോൾ അബവ് 4 മീറ്റർ എസ് യു വിസായി 4.2 to 4.4 മീറ്റേഴ്സിന് ഇടയിലുള്ള വാഹനങ്ങളുടെ സെയിൽസുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് 14 വാഹനങ്ങൾ തന്നെയാണ് വരുന്നത്. അതിൽ 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം എം ജിയുടെ ആസ്റ്റർ ആണ്. ഈ വാഹനം ഇറങ്ങിയ സമയത്ത് തെറ്റില്ലാത്ത രീതിയിൽ ഒരു 800 to 1000 ഇടയിലൊക്കെ സെയിൽ കിട്ടുമായിരുന്നു. കഴിഞ്ഞ മാസം പക്ഷേ ജസ്റ്റ് 48 വണ്ടികളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞതിന് മുന്നത്തെ മാസം, അതായത് ജൂൺ മാസത്തിൽ 66 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. അതായത് 18 വാഹനങ്ങളുടെ വ്യത്യാസവും 27.27% ഡിഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. സർപ്രൈസിംഗ്ലി നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്ത് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഈ വാഹനത്തിനാണ്. അത് ഇത്രയും ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടും കൂടെ ആയിരിക്കും ചെറിയ വ്യത്യാസമുള്ളെങ്കിലും ഇത്രയും ഡിഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ 13th പൊസിഷനിൽ പിന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും സെട്രോൻ്റെ ഏതെങ്കിലും വാഹനമായിരിക്കും എന്ന്. കഴിഞ്ഞ മാസം ഇത് നമ്മുടെ C3 എയർക്രോസ് ആണ്, ഓർ വെറും എയർക്രോസ് ആണ്. ഇപ്പോൾ C3 എയർക്രോസ് എന്ന് വിളിക്കുന്നില്ല, വെറും എയർക്രോസ് എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. എനിവേ കഴിഞ്ഞ മാസം ഇതിന് വന്നിരിക്കുന്നത് 67 വാഹനങ്ങളുടെ സെയിൽ മാത്രമാണ്. ചില മാസങ്ങളിൽ ഒരു C3 എയർക്രോസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ബസാൾട്ടിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. കഴിഞ്ഞ മാസം ഏതായാലും എയർക്രോസിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ട് ബസാൾട്ടിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2-3 മാസമായിട്ട് നമുക്ക് ഇതാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം അവസാനമൊക്കെ ആയപ്പോഴേക്കും മിക്കവാറും നേരെ തിരിച്ചായിരുന്നു, ബസാൾട്ടിനായിരുന്നു പ്രൊഡക്ഷൻ കുറവ്. ഏതായാലും കമ്പയർ ചെയ്യുമ്പോൾ ജൂൺ മാസത്തിൽ ഈ വാഹനത്തിന് 49 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. 18 വണ്ടികളുടെ വ്യത്യാസവും 36.73% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയും ഇതാണ്. ഇനി 12th പൊസിഷനിൽ നിൽക്കുന്ന സെട്രോൻ്റെ സ്വന്തം ബസാൾട്ട് തന്നെയാണ്. കഴിഞ്ഞ മാസം 178 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ജൂൺ മാസത്തിൽ, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 214 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 36 വാഹനങ്ങളുടെ വ്യത്യാസവും 16.82% ഡിഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ആസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ബസാൾട്ട്. ഇതും ടെക്നിക്കലി അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ബസാൾട്ട് എക്സ് അധികം വൈകാതെ വരുമായിരിക്കും. C3യുടെ എക്സ് വേരിയൻറ്റ് നിങ്ങളിപ്പോൾ അടുത്ത് കണ്ടു കാണുമായിരിക്കും. അതിൻ്റെ അകത്ത് ഒരുപാട് പുതിയ ഫീച്ചേഴ്സും അതുപോലെ പ്രൈസ് അധികം കൂട്ടാതെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിയിലും അത് തന്നെ ചെയ്യും. ഇൻഫാക്ട് എയർ ക്രോസിൽ അത് തന്നെ ചെയ്യും. ഇനി നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ XUV 400 ഇലക്ട്രിക് ആണ്. ഈ വണ്ടിക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡൊന്നും ഇല്ല. കഴിഞ്ഞ മാസം 290 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയുള്ളൂ. സത്യം പറഞ്ഞ് ഇവർ ഇപ്പോൾ ഡിസ്കൗണ്ട് കൊണ്ടാണ് വിൽക്കുന്നതെന്ന് പറയും, അല്ലാതെ ഇത് വാങ്ങേണ്ട കാര്യമില്ല. ഏതായാലും ജൂൺ മാസത്തിൽ 231 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇതിന് കിട്ടിയത്. 59 വാഹനങ്ങളുടെ വ്യത്യാസം 25.54% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോമ്പറ്റീഷനും അതുപോലെ നമുക്ക് ആ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന മറ്റ് വാഹനങ്ങളുടെ ഫീച്ചേഴ്സൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സെയിൽ വളരെ ഡീസൻ്റ് ആണെന്ന് തന്നെ പറയാം. ഇനി അതുപോലെ തന്നെ അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ എം ജിയുടെ ZCV ആണ്. ഇതും ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് കൊടുത്ത്, ഡിസ്കൗണ്ട് അല്ല ആക്ച്വലി അതിൻ്റെ പ്രൈസ് കുറച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ സെയിൽ കഴിഞ്ഞ മാസം 815 ആയിട്ടുണ്ട്. ജൂൺ മാസത്തിൽ ജസ്റ്റ് 317 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 498 വാഹനങ്ങളുടെ വ്യത്യാസവും 157.1% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. അത് പിന്നെ ഈ ചെറിയ സെയിലിൽ തന്നെ ഇത്രയും വ്യത്യാസം വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് തന്നെ ആയിരിക്കണമല്ലോ. ഈ വണ്ടി ഇപ്പോൾ നമുക്ക് വിൻസറിനേക്കാൾ ഇത്തിരി കൂടെ എക്സ്പെൻസീവ് ആയിട്ട് കിട്ടും, വിൻസർ പ്രോവിനേക്കാൾ. പക്ഷേ സ്റ്റിൽ വലിയ കുഴപ്പമില്ല, കാരണം ഇത് ഡയറക്റ്റ് ഒരു ചൈനീസ് വണ്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം പല മാർക്കറ്റ്സിൽ ഇത് വിൽക്കുന്നുണ്ട്. പക്ഷേ വിൻസർ EV ബൂളിങ്ങിൻ്റെ ക്ലൗഡ് EV ആണ്. ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്കോഡ കൊഷാക്കാണ്. ഇതിന് കഴിഞ്ഞ മാസം 901 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം 792 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 109 വാഹനങ്ങളുടെ വ്യത്യാസവും 13.76% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വലിയ വ്യത്യാസമില്ലെന്ന് അതായത് ഡിഫറൻസ് കുറവാണ്, ഗ്രോത്ത് റേറ്റും വലുതായിട്ടൊന്നുമില്ല. ഈ വണ്ടിക്ക് മെയിനായിട്ട് പ്രശ്നം വന്ന് കയ്യിലേക്ക് ലോഞ്ച് ചെയ്തപ്പോൾ തൊട്ടാണ്. പറയുമ്പം രണ്ടും ഡിഫറൻറ്റ് സെഗ്മെൻറ്റൊക്കെയാണ്. പക്ഷേ എന്നാലും സ്കോഡയുടെ ഷോറൂമിലേക്ക് കയറുന്ന ഒരാൾ ഏകദേശം സെയിം സൈസ്, അതായത് 200 മില്ലിമീറ്റേഴ്സിൻ്റെ വ്യത്യാസമുള്ള ലെങ്ത്തിൽ. പക്ഷേ ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, ബാക്കി കാര്യങ്ങൾ ഏകദേശം സെയിം ആണ്, സ്പേസിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ വണ്ടി ഡിച്ച് ചെയ്തിട്ട് നേരെ കയ്യിലേക്ക് എടുക്കും. അതുപോലെ തന്നെയാണ് ടൈഗോണിൻ്റെ കേസിലും. ഇതിൻ്റെയും സെയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം 1327 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ജൂൺ മാസത്തിൽ ഇതിലും കുറവായിരുന്നു, 1168 വണ്ടികളുടെ. 159 വണ്ടികളുടെ വ്യത്യാസം 13.61% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ രണ്ട് വണ്ടികളും 1500 to 2000 ഇടയിലൊക്കെ ഒരു കാലത്ത് ഈസിയായിട്ട് വിറ്റുകൊണ്ടിരുന്നതായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പം ഇത്രയും കുറവിലേക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഫോക്സ്വാഗൻ്റെ സബ് 4 മീറ്റർ SUV കൂടെ വരുമ്പോഴേക്കും ഇതിനും ഇത്രയും പോലും സെയിലുണ്ടാവുമായിരിക്കും. ഏതായാലും രണ്ട് വാഹനങ്ങൾക്കും പുതിയൊരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. രണ്ടിനും ടെസ്റ്റിങ്ങും ഫോക്സ്വാഗനും സ്കോഡയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന ഹോണ്ട എലവേറ്റ് ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം ജസ്റ്റ് 1395 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ജൂൺ മാസത്തിൽ 1635 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. 240 വാഹനങ്ങളുടെ വ്യത്യാസവും 14.68% ഡിഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ഇതാണ്. ഇറങ്ങിയ സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു, 4000 5000 ഒക്കെ വെച്ച്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ കോമ്പറ്റീഷൻ ഇങ്ങനെ ആയതുകൊണ്ടും ഇഷ്ടംപോലെ ഫീച്ചേഴ്സുള്ള വേറെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ വണ്ടിയുടെ സെയിൽ അത്യാവശ്യം കൺസിഡറബിളി കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരിതിൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ആകെ 2 വർഷമായിട്ടുള്ള വണ്ടി ഇറങ്ങിയിട്ട്.
ഏതായാലും നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ B6 ആണ്. ഇതിന് കഴിഞ്ഞ മാസം 1546 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിൽ 1203 വാഹനങ്ങൾ സെയിലായിരുന്നു വന്നത്. സോ 343 വണ്ടികളുടെ വ്യത്യാസം 28.51% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. വലിയ കുഴപ്പമില്ല. ഇതിന് XUV90 അത്രയും സെയിലില്ല എങ്കിൽ പോലും ഒരു നീഷ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൂപ്പ SUV ആണല്ലോ, അതും 4.3 മീറ്റേഴ്സ് മാത്രമേ ലെങ്ത് ഉള്ളൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത സെയിൽ തന്നെ ഇതിന് കിട്ടുന്നുണ്ടെന്ന് പറയാം. എന്തായാലും കർവീവിയിലും കൂടുതൽ സെയിൽ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി കർവാണ്. അതും കർവും കർവീവിയും രണ്ടിനും കൂടെ കമ്പൈൻഡ് സെയിലാണ് കേട്ടോ. കഴിഞ്ഞ മാസം അത് ജസ്റ്റ് ടോട്ടൽ 2005 വാഹനങ്ങളുടെ മാത്രമേ ഉള്ളൂ. ജൂൺ മാസത്തിൽ 2060 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ. അതായത് 55 വണ്ടികളുടെ വ്യത്യാസം 2.67% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. കർവിൻ്റെ സെയിൽ എല്ലാ മന്തിലും കുറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിപ്പം വാലിഡ് ആയിട്ടുള്ളൊരു കാരണമാണ്. കാരണം ടാറ്റയുടെ തന്നെ ഹാരിയർ റിവ്യൂ ഓൾമോസ്റ്റ് 2 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സിയർ റിവ്യൂം വരുന്നുണ്ട്. അതും കൂടെ വന്നു കഴിയുമ്പോഴേക്കും മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ മാറും. ഇൻഫാക്ട് സിയറയുടെ പെട്രോൾ മോഡലും കൂടെ വരുമ്പോഴേക്കും കർവ് ആരും എടുക്കാതെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ സെൽട്ടോസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 6010 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിൽ 5225 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. അതായത് 785 വാഹനങ്ങളുടെ വ്യത്യാസം 15.02% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. സെൽട്ടോസ് ഏതായാലും ഇപ്പോഴും സെറോസിൻ്റെ അത്രയൊന്നും അണ്ടർ പെർഫോം ചെയ്യുന്നില്ല. 1000 താഴെയൊന്നും സെറോസ് പോലെ സെയിൽ പോകുന്നില്ല. ഇനി നമ്മുടെ അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന ഗ്രാൻഡ് വിറ്റാരയാണ്. ഇതിന് കഴിഞ്ഞ മാസം 6373 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിൽ 6828 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. അതായത് 455 വണ്ടികളുടെ വ്യത്യാസം 6.66% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഇതിനാണ്. ബട്ട് സ്റ്റിൽ ഡീഗ്രോത്ത് ഉണ്ട്. ആൻഡ് ഒരു കാലത്ത് 12,000 to 15,000 ഇടയിലൊക്കെ സെയിൽ വന്നുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ റീസൺ മറ്റാരുമല്ല, ഹൈറൈഡർ തന്നെയാണ്. കഴിഞ്ഞ മാസം 8814 വാഹനങ്ങളുടെ സെയിലാണ് ഹൈറൈഡറിന് വന്നത്. ജൂൺ മാസത്തിൽ 7462 വാഹനങ്ങളുടെ സെയിലും വന്നായിരുന്നു. 1352 വാഹനങ്ങളുടെ വ്യത്യാസവും 18.12% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഗ്രോത്ത് റേറ്റ് ചിലപ്പോൾ അധികം കൂടുതലായിട്ട് തോന്നുന്നില്ലായിരിക്കും. പക്ഷെ എന്തായാലും ഈ വണ്ടിക്ക് പൊതുവെ 4000-5000 സെയിൽ വരാറുണ്ടായിരുന്നുള്ളൂ പണ്ടൊക്കെ. പക്ഷേ ഇപ്പം ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൊഡക്ഷൻ അവർ കുറച്ചിട്ട് ഹൈറൈഡറിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി. അതുകൊണ്ട് തന്നെയാണ് ഹൈറൈഡർ ഇപ്പോൾ ഇത്രയും വിൽക്കുന്നതായിട്ട് തോന്നുന്നത്. സത്യത്തിൽ ഇതൊന്നും പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ്, സെയിൽസ് യൂണിറ്റ്സ് അല്ല, നമ്മളെല്ലാം ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ് ആണ് പറയുന്നത്. മൊത്തത്തിലുള്ള പ്രൊഡക്ഷനാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്പർ 1 പൊസിഷനിൽ ഏതാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഹ്യുണ്ടായി ക്രെറ്റ തന്നെയാണ്. കഴിഞ്ഞ മാസം 16,898 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 15,786 വാഹനങ്ങളുടെ സെയിലാണ് ജൂണിൽ വന്നത്. 1,112 വാഹനങ്ങളുടെ വ്യത്യാസവും 7.04% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഇതിനെപ്പറ്റി ഇപ്പോൾ വലിയ ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ അബവ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയി ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.